നമസ്കാരം. ഞാൻ വീണയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. വളരെ ഖേദത്തോടുകൂടി ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. മറ്റാൾക്കാർ ആര് പറയുന്നതിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരോട് ഈ വാർത്ത അറിയിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം വളരെയധികം എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെത്തിയതും പിന്നെ 2020 ആൾക്കാരെ കാണുന്നതും BJP ആൾക്കാരെ കാണുന്നതുമല്ല. അപ്പോഴാണ് ഞാൻ ഓൾറെഡി എൻ്റെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പേര് കൊടുത്ത് ഞാൻ കാൻഡിഡേറ്റ് ആണ് എന്നറിഞ്ഞതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഡേറ്റ് 15-ാം തീയതി വരെ ആയിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് കറക്റ്റായിട്ട് ഞാൻ അറിയുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഈ ഒരു സമയം വരെ BLO സ്മിത ചേച്ചി ആയിക്കോട്ടെ, പ്രസന്നകുമാരി ടീച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം ചങ്ങനാശ്ശേരിയിലുള്ളവരാണ്. ഇതിനു മുന്നേ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്റെ അഡ്രസ്സിലൊരു ചേഞ്ചൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നേന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ വന്ന കറക്ഷനാണ് പറ്റിപ്പോയത്. ഡിലേ ആണ്, ഡേറ്റിന്റെ ഡിലേ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസം എടുക്കും ഇതിന്റെ എൻറോൾ നമ്പറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരുമ്പോൾ ഏകദേശം 23-ാം തീയതി, അതായത് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, നോമിനേഷൻ കൊടുക്കുന്ന നമ്മുടെ എല്ലാം തള്ളിപ്പോവാനും എല്ലാം സാധ്യതകൾ ഒത്തിരിയാണ്. ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം എല്ലാം റെഡി ആവുമായിരിക്കും. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പില്ലാതെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് നമുക്ക് മത്സരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഇന്നിപ്പോ കളക്ടറിനെ വരെ കണ്ടിട്ടെന്ന് പറയുന്നത്. കളക്ടർ മാത്രമല്ല, ഇലക്ഷന്റെ ഒരു ഹെഡ്, അദ്ദേഹത്തെയും എല്ലാം കണ്ടിട്ടാണ് ഞാനിപ്പോ തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഏറ്റുമാനൂരേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അതിപ്പോ ARO മുതൽ ERO എല്ലാവരും, ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരെയും കണ്ട് ഇതിന്റെ സാധ്യതകൾ അങ്ങേയറ്റം ഞാൻ പരിശോധിച്ചിരുന്നു. അതൊരിക്കലും പറ്റത്തില്ല എന്നവർ പറഞ്ഞു. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പ്രഷറുകൾ ഉണ്ടാവാം, മറ്റ് പൊളിറ്റിക്കൽ പ്രഷറുകൾ ഉണ്ടാവാം. എന്തായാൽ കൂടെ വേണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തു തരാൻ പറ്റുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമവും ഖേദവും ഒക്കെ എനിക്കുണ്ട്. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വന്ന ഞാൻ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുത്ത തീരുമാനം തന്നെ ഞാൻ പറയാം. അപ്പോ എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റുമാനൂരുള്ള എല്ലാവരോടും ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും നിങ്ങൾക്ക് ഒരു വെളിപ്പാടകലെ, ഒരു കോളില് ഞാൻ ഉണ്ടാവും. എന്താവശ്യത്തിനും എന്ത് കാര്യത്തിനും എന്നെ സമീപിക്കാം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യണം. 2020 NDAയ്ക്കൊപ്പം തന്നെ അല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞാനുണ്ടാവും. താങ്ക് യു.